മാള ഹോളി ഗ്രേസ് അക്കാദമിയിൽ നടന്ന ഡി-സോൺ കലോത്സവത്തിൻ്റെ ഭാഗമായി വളരെ വിഷമകരമായ വാർത്തകളാണ് വന്നത്. SFIക്കാരെ വളഞ്ഞിട്ട് തല്ലുകയായിരുന്നു. ഇതൊരു ആസൂത്രിതമായ പരിപാടിയായിരുന്നു എന്ന് മനസ്സിലാക്കാതെ പോയ കുട്ടികളോട് എങ്ങനെ പറയുമെന്നതിന് നമുക്കറിയില്ല. വളരെ ആസൂത്രിതമായി നടന്ന സംഭവമാണ്. പക്ഷേ ഇതിനെതിരെ ഒരു വാർത്ത പോലും വരില്ല. ഒരു സംഘം കുട്ടികളെന്നൊക്കെയാണ് വാർത്തയിൽ പറഞ്ഞു വെച്ചത്. നമ്മുടെ ചെറുപ്പത്തിൽ 1992 സഖാവ് കൊച്ചിനിയനെ തൃശ്ശൂർ വെച്ച് കൊലപ്പെടുത്തുന്നത്. അത് ഇൻ്റർസോൺ കലോത്സവത്തിൻ്റെ ഭാഗമായി ഡി-സോൺ നടന്നതിന് ശേഷം നടന്ന ഒരു കൊലപാതകമായിരുന്നു അത്. അന്ന് ഡി-സോൺ നടന്നത് ക്രൈസ്റ്റ് കോളേജിലായിരുന്നു, ഇൻ്റർസോൺ തൃശ്ശൂരായിരുന്നു. തൃശ്ശൂർ പാലസ് ഗ്രൗണ്ടിനടുത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. കേരളത്തിലെ പ്രമുഖ UDF നേതാക്കൾ അതിൽ പ്രതികളായിരുന്നു. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളൊന്നും തന്നെ ഇതിപ്പോൾ ഓർത്തെടുക്കില്ല. കാരണം അവരെ ഓർമ്മ ഇവിടെ അൾഷിമേഴ്സ് ബാധിച്ചു പോയിരിക്കും. അങ്ങനെയാണ്. SFIക്ക് എതിരെയാണെന്ന് വെച്ചാൽ അവർ 1000 കാര്യങ്ങൾ ഒരുമിച്ച് ഓർത്ത് കൊണ്ടുവരും. ഇവിടെ KSUവിനാണ് ഈ പരിപാടി നടത്താനുള്ള ഉത്തരവാദിത്തമുള്ളത്. പക്ഷേ അവരെന്നെയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. എന്നിട്ട് പോലും നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്നത് വളരെ വലിയ ദുഷ്പ്രവൃത്തിയാണ്. ഏഷ്യാനെറ്റ് ചെറുതായി പറഞ്ഞുപോയി. ഒരു കൂട്ടം കുട്ടികൾ എന്നൊക്കെയാണ് പറയുന്നത്. ഒരു കൂട്ടം കുട്ടികൾ SFIക്കാരെ ആക്രമിച്ചു എന്നാണ്. വളരെ ആസൂത്രിതമായി നേതൃത്വത്തിൽ നിന്നുള്ള നിർദ്ദേശം കൊണ്ട് ആക്രമിച്ചാണ്. 10-15 വാർത്തകളായിരുന്നേനെ SFI ആണ് ഈ അക്രമം കാണിച്ചത് എന്ന് വെച്ചാൽ. പക്ഷേ അതിനിടയിൽ പ്രകോപനപരമായ ഒരു വാക്കുപോലും ഉപയോഗിക്കാതെ KSUവിനെ എന്താ പറയുക, താലത്തിലെടുത്ത് വെക്കുന്ന പോലെയാണ് വാർത്തകൾ ചെയ്തത്. അവർ വളരെ മൃഗീയമായ ആക്രമണ തന്ത്രമാണ് ഉപയോഗിച്ചത്. അതിന് കൃത്യമായി അവരുടെ നിർദ്ദേശമുണ്ട്. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ കാര്യത്തിലും നിർദ്ദേശാനുസരണം ചെയ്യിക്കുക എന്നുള്ളതാണ് അവരുടെ പരിപാടി. അതാണ് കേരളം കണ്ട കൊലപാതകങ്ങൾ. എന്നിട്ടും KSUവിന് കിട്ടുന്ന ഒരു ഇമേജ് അത് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ഇവിടെ റിപ്പോർട്ടർ TVയുടെ ജെയ്സൺ ചാമോളപ്പിൽ KSUവിൻ്റെ കുട്ടീനെ കൊണ്ടുവന്ന് ഇതെന്താണ് ഉണ്ടായത് എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ തല്ലിയവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് എന്താണ് ഉണ്ടായത് എന്നുള്ളത്. അതുപോലെ സംഘാടക സമിതി ഓഫീസിൽ ഒച്ചയും ബഹളം ഉണ്ടാക്കുക, അതുപോലെ ഗ്ലാസുകളൊക്കെ നിരന്തരം തല്ലി പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ. പിന്നെ ഇന്നലെ എങ്ങനെ വലിയ സംഘർഷത്തിലേക്ക് നയിച്ചത് നമ്മുടെ ജഡ്ജസിനെ അവിടെ ജഡ്ജ് ചെയ്യാമെന്ന ജഡ്ജസിനെ രാവിലെ മുതൽ ഷെഡ്യൂൾ ഒന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിനും കാരണം അവർ എന്നും രാവിലെ വരും, രാവിലെ വന്നിട്ട് അവർക്ക് അതില്ല ഇതിൽ അവർ മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ നമ്മളോട് പറഞ്ഞത് ഈ പരിപാടി സംഘർഷം ഉണ്ടാകുമ്പോൾ പോലും പോലീസ് മാറി നിൽക്കുകയും. KSU നടത്തുന്ന ഒരു പരിപാടിയിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഇങ്ങനെ പോകേണ്ടതുണ്ടായിരുന്നോ എന്നുള്ളത്.